ഇന്ന് രാവിലെ തന്നെ ഫസ്റ്റ് എണീറ്റ് വന്ന് കിടക്കുന്ന ഒരാളുണ്ട് കേട്ടോ അവിടെ. പാപ്പു രാവിലെ ആമീനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പം ഇന്ന് ആമീന് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. എന്താ തോന്നുന്നത്? രാവിലെ എണീറ്റ് ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഹാപ്പിയാണോ? ചെറുതായിട്ടൊരു തുടങ്ങുന്നതിൻ്റെ ഒരു ഇതില്ലേ, ഇത്രയും ദിവസവും വീട്ടിലിരുന്നിട്ടുള്ള ആ ഒരു വിഷമം ചെറുതായിട്ടുണ്ട്. ആമിത അങ്ങനെ ഫുൾ ഡ്രസ്സൊക്കെ ചെയ്തു, യൂണിഫോമൊക്കെ ഇട്ടു, സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാൻ ഇപ്പോൾ 7 മണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇയാളെന്താണെന്ന് വെച്ചാൽ ഇയാൾ നമ്മൾ തെറ്റിയതാണ് ഞങ്ങളോട്. ബസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടില്ല അപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് പാപ്പൂനെ അങ്ങനെ കൂട്ടില്ല കേട്ടോ രാവിലെ. മഞ്ഞൊക്കെ വരുന്നതുകൊണ്ട്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനെ കാണാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം എന്താ സ്കൂളിൽ പോകാനുള്ള എല്ലാ പരിപാടികളായിട്ട് അമ്മ ഇറങ്ങുകയാണ് അല്ലേ അമ്മി? പാപ്പ അവിടെ ഉണ്ട് റൂമിൽ. പാപ്പ ഒറ്റയ്ക്കാണ്, അല്ല അമ്മയുണ്ട്. പക്ഷെ ഇന്നൊരു കരച്ചിലുണ്ട് ചെറുതായിട്ട് കൂട്ടാഞ്ഞിട്ടല്ലേ. പക്ഷെ കൂട്ടി കഴിഞ്ഞാൽ ഈ സമയത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ ചെറിയ തണുപ്പുണ്ട്, പക്ഷെ ഓൾഡ് മൂക്ക് കയറി അലർജിയാവും. ആമീനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി വേഗം ഒന്ന് കുറച്ച് സാധനങ്ങൾ വായിക്കാനുണ്ട്. ഇന്നിപ്പോൾ June 1 നമ്മളുടെ മാസം സ്റ്റാർട്ടിങ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു പെട്ടെന്നുള്ള ക്ലീനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇനി പയ്യെ പോവാണ്. ആമി സ്കൂളിൽ പോയില്ലേ. അപ്പം നമ്മളെവിടെ പോവാം? അബ്ബേൻ്റെ കൂടെ നെസ്റ്റോൻ്റെ അടുത്ത് പോവാ. വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ നിനക്ക്? വേറെ അതൊന്ന് ആമി ദീദി സ്കൂളിൽ പോയ വഴിയിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ നമ്മളിനി കണ്ടില്ല, പാപ്പു വന്നില്ലല്ലോ. പാപ്പു ബിസ്ക്കറ്റ് വാങ്ങിക്കാം. ഉണ്ടാവില്ല ഷുഗർ കുട്ടിയാണ് കഴിക്കുന്നത്. നെയ്യാണ്, നെയ്യ് ഞാൻ വെച്ചോളാം. ഫിഷോ? ഇതാണ് വലിയത്, ചെറിയതൊരു ഫിഷ്. പാപ്പുന് പാമ്പേഴ്സ് വാങ്ങാൻ പോവാ? എനിക്ക് വലിയ കുട്ടിയായില്ലേ പാപ്പു? നീ സ്കൂളിൽ പോകാത്തപ്പം അടുത്ത വർഷം ശരിക്കും ഈ വർഷം ഇപ്പോൾ എല്ലാം വിടാൻ പറ്റും തോന്നുന്നുണ്ട്. അടുത്ത വർഷം അപ്പം എന്തായാലും പോവൂലേ? ആ അതെ. ഇപ്പം സ്കൂളൊക്കെ വിട്ട് ആമി വന്നിട്ടുണ്ട് കേട്ടോ. അബ്ബയാണ് ആമീനെ കൂട്ടിയിട്ട് വന്നത്. ഇവിടെ ഒരാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പുതിയ പ്രിൻസിപ്പിള്, പുതിയ ഡ്രോയിങ് ടീച്ചർ, പുതിയ PT സാറ്, എല്ലാം പുതിയതാണ്. പുതിയ ഫ്രണ്ട്സൊക്കെ വന്നോ ക്ലാസ്സിൽ? ഇല്ല, നിങ്ങൾ തന്നെ എല്ലാവരും 6th Bയിൽ ആദ്യത്തെ ഷഫിൾ ചെയ്തില്ല. നമുക്ക് വേണേൽ ഷഫിൾ ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമുണ്ട്. ഓ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വോൾട്ടേജ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, നന്ദി. പോയി ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാം.